നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാമത്തെ തിരുവചനവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. അത് യുഗാന്ത്യത്തിലെ ഭയാനകമായ വിധി ദിവസത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധി കർത്താവായി പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ നാം കണക്ക് ബോധിപ്പിക്കുമ്പോൾ നന്മ ചെയ്തവരെ സ്വർഗരാജ്യത്തിലേക്കും തിന്മ ചെയ്ത് മരിച്ചവരെ നിത്യാഗ്നിയിലേക്കും പ്രവേശനം നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നന്മ ചെയ്തവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള തിരുവചനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിങ്ങനെയാണ്: അനന്തരം രാജാവ് വലത്ത് ഭാഗത്ത് നിൽക്കുന്നവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുകയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാമത്തെ തിരുവചനമാണ്. അതിനാൽ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടും, എന്നാൽ തിന്മ ചെയ്തവർ നിത്യാഗ്നിയിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നതിനെ കുറിച്ചുള്ള തിരുവചനമാണ് അടുത്തത്. അനന്തരം രാജാവ് ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. അതിനാൽ യുഗാന്ത്യത്തിലെ ഭയാനകമായ വിധി ദിവസത്തിൽ നന്മ ചെയ്തവരെ, നന്മ പ്രവർത്തികൾ ചെയ്തു മരിച്ചവരെ സ്വർഗരാജ്യത്തിലേക്കും തിന്മ പ്രവൃത്തി ചെയ്ത ദുഷ്ടന്മാരെ നിത്യാഗ്നിയിലേക്കും പ്രവേശനം നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.